മന്നത്ത് ആചാര്യൻ്റെ ജന്മദിനമാണ് ഇന്ന്. കേരളത്തിലെ മലയാളികളെ മനുഷ്യനാകാൻ വേണ്ടി ഉള്ള പ്രയത്നത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് മന്നത്ത് ആചാര്യൻ. കേരളത്തിൻ്റെ നവോത്ഥാന കാലത്താണ് മലയാളികൾ മനുഷ്യരായി മാറിയത്. ജാതിയുടെയും ഉപജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേരിൽ അനേക വിഭാഗങ്ങളായി തമ്മിലടിച്ച് കഴിഞ്ഞിരുന്ന ഒരു ജനതയെ തങ്ങൾക്ക് പൊതുവിൽ പലതുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ കാലമായിരുന്നു നവോത്ഥാന കാലം. അക്കാലത്താണ് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന അവബോധമുണ്ടായത്. അതുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ സമുദായ സംഘടനകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. തുടക്കം SNDPയിലായിരുന്നെങ്കിലും 1914 നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് മന്നത്ത് ആചാര്യൻ വിവിധ വിഭാഗങ്ങളായി ചിതറിക്കളഞ്ഞിരുന്ന നായർ സമുദായങ്ങളെ ഒന്നിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയും അതിൽ അദ്ദേഹം വലിയ വിജയം കൈവരിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത. വൈക്കം സത്യാഗ്രഹത്തിലെ സവർണ ജാഥ നയിച്ചവരിൽ ഒരാളായിരുന്നു മന്നം. അവർണരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സവർണൻ സമരം ചെയ്യുന്നു എന്ന വളരെ വിചിത്രം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. സാധാരണഗതിയിൽ അവർണ സവർണ ഭേദവിചാരം നമ്മുടെ സമൂഹത്തെ ആകെ വേർതിരിച്ചിരുന്ന ഒരു കാലത്താണ് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി ഉള്ള സമരത്തിൽ തീർച്ചയായിട്ടും അത് ജാതി വിവേചനം അവസാനിപ്പിക്കാനുള്ളൊരു സമരമെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ശരിയാകണമെന്നില്ല. കാരണം അത് വഴിനടപ്പ് അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു. ആ സമരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അയിത്തോച്ചാടനത്തിനും ജാതി ഭേദവിചാരത്തിനും എതിരെയുള്ള സമരങ്ങളെല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ളത്. താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രയോഗിച്ച് ബോധ്യം വരണം എന്നുള്ള നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വീട്ടിൽ ഒരു പുലയനെയും ഈഴവനെയും നമ്പൂരിയെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി, പന്തിഭോജനത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃക എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രീതി അദ്ദേഹം സ്വന്തം വീട്ടിൽ നടത്തിയെടുത്തു എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് CPക്കെതിരെയുള്ള സമരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. തിരുവിതാംകൂറിൽ ദിവാൻ ഭരണത്തിനെതിരെയുള്ള സമരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. ആ ദിവാൻ ഭരണത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തതിന് ശേഷം 1957 ഇവിടെ നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്ന ജനരോഷത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വിമോചന സമരത്തിൻ്റെ നായകത്വവും മന്നത്ത് ആചാര്യന് തന്നെയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായി തനിക്കുള്ള അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മറുവിലയായി നൽകാൻ സധൈര്യം മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു മന്നത്ത് ആചാര്യൻ എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥയിലൊരു പ്രത്യേകതയുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു മന്നത്ത് ആചാര്യൻ എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. ക്ഷേത്രങ്ങളുടെ മുതൽ സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാന സവിശേഷതകളെ സംരക്ഷിച്ചു നിർത്തുന്നതിനും ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾ എല്ലാ മനുഷ്യർക്കുമായി തുറന്നു കൊടുക്കുന്നതിനും വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ വളരെ വലുതാണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഇന്ന് നാം എല്ലാം അദ്ദേഹത്തെ സ്മരിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്മരണയെ മാറ്റി നിർത്തിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ നവോത്ഥാനത്തെയോ കേരളത്തിൻ്റെ സംസ്കാരത്തെയോ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.